ബ്രെയിൻലി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിന് 2021 മുതൽ 24 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ക്ലാസ്സിന് താഴെയായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയാണെങ്കിൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ ടൈം ടേബിളും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ലിങ്കിൽ കയറി നോക്കുക. നമുക്കപ്പം ക്ലാസ് തുടങ്ങാം. പേശിക അമ്ലത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ്. പേശിക അമ്ലത്തിന് കാരണമാകുന്നത് എന്തടിഞ്ഞുകൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ് പേശിക അമ്ലത്തിന് കാരണമാകുന്നത്. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? pH മൂല്യം 7-ൽ താഴെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. pH മൂല്യം 7-ൽ താഴെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഓരോ വസ്തുവിലും വ്യത്യസ്ത തരം ആസിഡുകളാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് ലാക്റ്റിക് ആസിഡാണ്. പുളിയിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ്, വിനാഗിരിയിലാണെങ്കിൽ അസറ്റിക് ആസിഡ്, നാരങ്ങയിലാണെങ്കിൽ സിട്രിക് ആസിഡ്, ആപ്പിളിലാണെങ്കിൽ മാലിക് ആസിഡ് എന്നിങ്ങനെ പോകുന്നുണ്ട്. അപ്പം മോരിലെ ലാക്റ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. ആസിഡിന് ലിറ്റ്മസ് പേപ്പറിൽ ഉണ്ടാകുന്ന നിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നിറമാണ്? ചുവപ്പ് നിറമാണ്. ആസിഡിൻ്റെ രുചിയാണെങ്കിലോ പുളിരസവുമാണ്. ആസിഡിനെ ലിറ്റ്മസ് പേപ്പറിനെ ഏത് നിറത്തിലാക്കുന്നുണ്ട്? ചുവപ്പ് നിറത്തിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആസിഡിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ പുളിരസമാണ്. നമ്മുടെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്ത്? മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണ്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം. അപ്പം മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണ്. ഹീമോഗ്ലോബിൻ കിഡ്നിയിലും ലിവറിലും വെച്ച് വിഘടിക്കുമ്പോൾ ആണ് എന്തുണ്ടാകുന്നത്? യൂറോക്രോം ഉണ്ടാകുന്നത്. അപ്പോൾ യൂറോക്രോം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹീമോഗ്ലോബിൻ കിഡ്നിയിലും കരളിലും ഒക്കെ വെച്ചിട്ട് വിഘടിക്കുമ്പോഴാണ് യൂറോക്രോം ഉണ്ടാകുന്നത്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ നാഡികൾ. മനുഷ്യ ശരീരത്തിലുള്ള നാഡികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 43 ജോഡി നാഡികളാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡി. ശ്രദ്ധിച്ചോണം, 43 ജോഡിയാണ്. അപ്പോൾ എത്ര എണ്ണം വരും? 86 നാഡികൾ വരും. മനുഷ്യ ശരീരത്തിലെ നാഡികൾ 86 അല്ലെങ്കിൽ 43 ജോഡിയാണ്. അതിൽ നാഡികളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം. ശിരോനാഡികളെന്നും സുഷുമ്നാ നാഡികളെന്നും. ഏതൊക്കെയാണ്? ശിരോനാഡികളും സുഷുമ്നാ നാഡികളും. ഇതിൽ 24 എണ്ണം ശിരോനാഡികളും 62 എണ്ണം സുഷുമ്നാ നാഡികളുമാണ്. അതായത് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളുമാണ് ഉള്ളത്. എണ്ണമായിട്ടും ജോഡിയായിട്ടും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയണം? മനുഷ്യ ശരീരത്തിലാകെ 43 ജോഡി നാഡികളുണ്ട്. അതിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളുമുണ്ട്. അല്ലെങ്കിൽ 86 നാഡികളാണ് മൊത്തത്തിലുള്ളത്. അതിൽ 24 ശിരോനാഡികളും 62 സുഷുമ്നാ നാഡികളും ഉണ്ട് എന്ന് പറയണം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്തെന്ന് ചോദിച്ചാൽ നാഡീകോശമാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതെന്ന് ചോദിച്ചാലും നാഡീകോശമാണ്. അപ്പം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി ഏതെന്ന് ചോദിച്ചാലോ വാഗസ് നാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി ഏതെന്ന് ചോദിച്ചാൽ വാഗസ് നാഡിയാണ്. ഏറ്റവും ചെറിയ നാഡി ഏതെന്ന് ചോദിച്ചാലോ പതറ്റിക് ട്രോക്ലിയർ ആണ്. ഏതാണ്? പതറ്റിക് ട്രോക്ലിയർ ആണ് ഏറ്റവും ചെറിയ നാഡി. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡിയാണ്. ഏറ്റവും നീളം കൂടിയ നാഡി ഏതെന്ന് ചോദിച്ചാൽ സയാറ്റിക് നാഡിയുമാണ്. ഇനി സുഷുമ്നയുടെ നീളം എത്രയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ 45 സെൻറ്റിമീറ്ററാണ്. സുഷുമ്നയുടെ നീളം എത്രയാണ്? 45 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ആകെ 43 ജോഡി നാഡികളാണുള്ളത്. അതിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. പ്രായപൂർത്തിയായ മനുഷ്യൻ
ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇനി ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? രക്തമാണ്. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തത്തെയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹേമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹേമറ്റോളജി. ഒരു മനുഷ്യ ശരീരത്തിൽ ആകെ 5 മുതൽ 6 ലിറ്റർ വരെ രക്തം കാണാം. ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര രക്തം കാണും? 5 മുതൽ 6 ലിറ്റർ വരെ, അതായത് ഒരു 5-6 ലിറ്റർ രക്തം കാണുമെന്ന് പറയാം. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നതിനെടുക്കുന്ന സമയം എത്രയാണ്? 3 മുതൽ 4 മിനിറ്റ് വരെയാണ്. എത്ര വരെയാണ്? 3 മുതൽ 4 മിനിറ്റ് വരെയാണ് രക്തം കട്ട പിടിക്കുന്നതിനെടുക്കുന്ന സമയം. ഇനി രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 7.4 ആണ്. രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? 7.4 ആണ്. അപ്പം മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? 7 pH വാല്യൂ 7-ൽ താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ആസിഡ് എന്ന് പറയുന്നല്ലേ പറഞ്ഞു. അപ്പം pH വാല്യൂ 7-ൽ കൂടുതലാണെങ്കിൽ അപ്പോൾ അതിനെ എന്തെന്ന് പറയാം? ബേസ് എന്ന് പറയാം. ക്ഷാരഗുണമുള്ളതാണ് എന്ന് പറയാം. രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്നത് എന്താണ്? ഹെപ്പാരിനാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത് ഹെപ്പാരിനാണ്. ബ്ലഡ് ബാങ്കിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സോഡിയം സിട്രേറ്റ് ആണ്. ബ്ലഡ് ബാങ്കിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം സിട്രേറ്റ് ആണ്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിച്ചിരിക്കുന്ന ഊഷ്മാവ് എത്രയെന്ന് ചോദിച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിച്ചിരിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ രക്തത്തിൻ്റെ 55% പ്ലാസ്മയും മറ്റ് 45% രക്തകോശങ്ങളും ചേർന്നതാണ്. അപ്പോൾ എന്താണ്? രക്തത്തിൻ്റെ 55% പ്ലാസ്മയും ബാക്കി 45% രക്തകോശങ്ങളും ചേർന്നതാണ്. രക്തകോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? അസ്ഥിമജ്ജയിലാണ് കാണപ്പെടുന്നത്. രക്തകോശങ്ങൾ എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? രക്തകോശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. WBC, RBC, പ്ലേറ്റ്ലെറ്റ്. അതായത് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേതരക്താണുക്കൾ. RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, അരുണരക്താണുക്കൾ. പിന്നെ പ്ലേറ്റ്ലെറ്റ്സും. ഇതിൽ തന്നെ WBC അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളെ അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ്സ്. എന്താണ്? ലൂക്കോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമം. അരുണരക്താണുക്കളാണെങ്കിലോ എറിത്രോസൈറ്റ്സ് എന്നും പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ ത്രോംബോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പം WBC ആണെങ്കിൽ ലൂക്കോസൈറ്റ്സ്, RBC ആണെങ്കിൽ എറിത്രോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇനി WBCയുടെ പ്രധാന ജോലി എന്താണ്? രോഗപ്രതിരോധ ശേഷി നൽകുക എന്നതാണ് WBCയുടെ പ്രധാന ജോലി. അപ്പം ശ്വേതരക്താണുക്കളുടെ പ്രധാന ജോലി എന്താണ്? രോഗപ്രതിരോധ ശേഷി നൽകുക. ഇനി ഇവയുടെ ആയുസ് ആണെങ്കിലോ 7 മുതൽ 14 ദിവസം വരെയാണ്. ഇവയുടെ ആയുസ് 7 മുതൽ 14 ദിവസം വരെയാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 1 മില്ലിലിറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5000 മുതൽ 10000 വരെ ശ്വേതരക്താണുക്കൾ കാണും. എത്ര വരെയാണ്? 5000 മുതൽ 10000 വരെ. ഇനി ഈ 10000-ൽ കൂടിയാൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം എന്ന് പറയുന്നത്, ബ്ലഡ് ക്യാൻസർ. അപ്പം ഒന്നുകൂടി പറയാം. WBCയെ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നു. രോഗപ്രതിരോധ ശേഷി തരിക എന്നുള്ളതാണ് അവയുടെ ജോലി. ആയുസോ 7 മുതൽ 14 ദിവസം വരെയാണ്. 1 മില്ലിലിറ്റർ രക്തത്തിൽ 5000 മുതൽ 10000 വരെ WBC കാണപ്പെടുന്നു. WBCയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ. ഇനി RBC അല്ലെങ്കിൽ അരുണരക്താണുക്കളാണെങ്കിലോ അവയെ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇനി ഇവയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 120 ദിവസമാണ്. ഇവയുടെ ആയുസ് എത്ര ദിവസമാണ്? 120 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലീഹയാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്, പ്ലീഹ. ഇനി അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. പ്ലേറ്റ്ലെറ്റ് എടുത്താലോ? പ്ലേറ്റ്ലെറ്റിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. 1 മില്ലിലിറ്റർ രക്തത്തിൽ 2.5 മുതൽ 3.5 ലാക്ക് വരെ എന്ത് കാണും? പ്ലേറ്റ്ലെറ്റ് കാണും. അതായത് 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റുകൾ കാണും. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് നിറമില്ല. അപ്പം പ്ലേറ്റ്ലെറ്റുകൾക്ക് നിറമില്ല. ഇത് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന എന്താണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. ഒന്നുകൂടെ പറയട്ടെ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്.
ജീവൻ്റെ നദി എന്ന് പറയുന്നത് രക്തത്തെയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹേമറ്റോളജി. ഒരു മനുഷ്യ ശരീരത്തിൽ ആകെ 5 മുതൽ 6 ലിറ്റർ വരെ രക്തം കാണും. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3 മുതൽ 4 മിനിറ്റ് വരെയാണ്. രക്തത്തിൻ്റെ pH വാല്യൂ എന്ന് പറഞ്ഞാൽ 7.4 ആണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത് ഹെപ്പാരിനാണ്. ബ്ലഡ് ബാങ്കുകളിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം സിട്രേറ്റ് ആണ്. ഇനി ബ്ലഡ് ബാങ്കുകളിലെ രക്തം സൂക്ഷിച്ചിരിക്കുന്ന ഊഷ്മാവെന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തത്തിൻ്റെ 55% പ്ലാസ്മയും ബാക്കി 45% രക്തകോശങ്ങളുമാണ്. രക്തകോശങ്ങൾ 3 എണ്ണമാണ്. ശ്വേതരക്താണുക്കൾ, അരുണരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ഇതിൽ ശ്വേതരക്താണുക്കളെ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നു. ഇവയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി നൽകുക എന്നുള്ളതാണ്. ആയുസ് എന്ന് പറഞ്ഞാൽ 7 മുതൽ 14 ദിവസം വരെയാണ്. 1 മില്ലിലിറ്റർ രക്തത്തിൽ 5000 മുതൽ 10000 വരെ ശ്വേതരക്താണുക്കൾ കാണും. ശ്വേതരക്താണുക്കൾ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ. ഇനി അരുണരക്താണുക്കളെ എടുക്കുകയാണെങ്കിൽ ഇവ എറിത്രോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ഇവയുടെ ആയുസ് 120 ദിവസമാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. അടുത്തതായി പ്ലേറ്റ്ലെറ്റ് നോക്കുകയാണെങ്കിൽ അവയെ ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്നു. ഇവയുടെ ആയുസ് 7 ദിവസമാണ്. 1 മില്ലിലിറ്റർ രക്തത്തിൽ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റുകൾ കാണപ്പെടുന്നു. ഇവയ്ക്ക് നിറമില്ല. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഇവയുടെ ധർമ്മം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രായപൂർത്തിയായ മനുഷ്യൻ 1 മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 12 മുതൽ 18 പ്രാവശ്യം വരെ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ 1 മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നത്? 12 to 18. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാൽ. ഈ പേരാലിൻ്റെ ശാസ്ത്രീയ നാമം എന്താ? ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ്. എന്തിൻ്റെ ശാസ്ത്രീയ നാമം? പേരാലിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് പേരാൽ. പേരാലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളൻസസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. അപ്പം പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ ലഹളയാണ് എന്തെന്ന് പറയുന്നത്? 90-ാം ആണ്ട് ലഹള. ഈ 90-ാം ആണ്ട് ലഹളയ്ക്ക് വേറെ 2 പേരുകളോടുണ്ട്. പുലയ ലഹളയെന്നും ഊരൂട്ടമ്പല ലഹളയെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം 90-ാം ആണ്ട് ലഹളയെ നമ്മൾ പുലയ ലഹളയെന്നും ഊരൂട്ടമ്പല ലഹളയെന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നടന്ന വർഷം എന്നാണ്? 1915. അപ്പം 90-ാം ആണ്ട് ലഹള നടന്നത് 1915-ലാണ്. ഈ 90-ാം ആണ്ട് ലഹളയുടെ നേതാവ് ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. 90-ാം ആണ്ട് ലഹളയുടെ അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള, പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് അയ്യങ്കാളി നേതൃത്വം നൽകിയ പുലയ ലഹളയ്ക്കാണ്. ഇതിൻ്റെ വർഷം ഏതാണ്? 1915. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28-നാണ്. അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം വെങ്ങാനൂരിലെ പെരിങ്കാട്ടുവിളയാണ്. എവിടെയാണ്? വെങ്ങാനൂർ പെരിങ്കാട്ടുവിളയാണ്. ഇനി അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് EK നയനാരാണ്. അപ്പോൾ എന്തൊക്കെയാണ് അയ്യങ്കാളിയുടെ വിശേഷണങ്ങൾ? അധസ്ഥിതരുടെ പടത്തലവൻ, പുലയ രാജ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ്. ഇനി അദ്ദേഹം നടത്തിയ മറ്റ് ചില സമരങ്ങളാണ്. ഏതൊക്കെയാണ്? 1893 വില്ലുവണ്ടി യാത്ര, 1910 കണ്ട്ല ലഹള, പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം എന്നിവയൊക്കെ. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ളതും ആർക്കാണ്? നമ്മുടെ അയ്യങ്കാളിക്ക് തന്നെയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ളതും അയ്യങ്കാളിക്ക് തന്നെയാണ്. അദ്ദേഹം 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഈ സാധുജന പരിപാലന സംഘം എന്തിൻ്റെ മാതൃകയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ SNDPയുടെ മാതൃകയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തിൻ്റെയാണ്?
SNDPയുടെ മാതൃകയിലാണ്. SNDP സ്ഥാപിച്ചത് എന്നാണ്? 1903 ഈ SNDPയുടെ മാതൃകയിൽ, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കിക്കേ, അയ്യങ്കാളിയാണ് 90-ാം ആണ്ട് ലഹള നടത്തിയത്. വർഷം 1915. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരാണ്. അധസ്ഥിതരുടെ പടത്തലവൻ, ആളിക്കത്തിയ തീപ്പൊരി, പുലയ രാജ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിശേഷണമുണ്ട്. പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയും ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് EK നയനാരുമാണ്. ഇനി അദ്ദേഹം നടത്തിയ വില്ലുവണ്ടി സമരം 1893 കണ്ട്ല ലഹള 1910 പെരിനാട് ലഹളയും കല്ലുമാല സമരവും ഒക്കെ നടത്തിയത് ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? അതും അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം. പഴശ്ശി കലാപവുമായിട്ട്. അപ്പോൾ എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പഴശ്ശി കലാപം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഏതൊക്കെയാണ്? ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ 1793 മുതൽ 1797 വരെയായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 1793 മുതൽ 1797 വരെ. ഇനി ഈ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു. എന്ത്? 1793 മുതൽ 1797 വരെ നടന്ന ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ പുരളിമലയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കേന്ദ്രം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലത്താണ് എടച്ചേന കുങ്കൻ നായരും, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു, പള്ളൂർ ഏമൻ നായർ എന്നിവരൊക്കെ നേതാക്കളായിട്ട് ഇരുന്നത് രണ്ടാം പഴശ്ശി യുദ്ധത്തിൻ്റെ കാലത്താണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവ കാലത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആർതർ വെല്ലസ്ലി ആണ്. രണ്ടാം പഴശ്ശി ലഹള കാലത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലി ആണ്. 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അറിയപ്പെടുന്നതും. അതേപോലെ തന്നെ 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ട് അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. ഒരു 3 പോയിന്റ് കൂടെ നോക്കാം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി ഡാം കണ്ണൂറാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ. ഒന്നുകൂടെ പറയാം. 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു കാരണം. കേന്ദ്രം പുരളിമലയായിരുന്നു. 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്നറിയപ്പെടുന്നതും രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. ആ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലി ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? IK കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? IK കുമാരൻ മാസ്റ്ററെയാണ്. മയ്യഴി വിമോചന സമര നേതാവെന്നറിയപ്പെടുന്നതും ആരാണ്? IK കുമാരൻ മാസ്റ്റർ തന്നെയാണ്. അപ്പം മയ്യഴി വിമോചന സമരത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയത് മയ്യഴി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? IK കുമാരൻ മാസ്റ്ററെയാണ്. മഹാജന സഭയുടെ നേതാവ് ആരെന്ന് ചോദിച്ചാലും ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്റർ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര്? പണ്ഡിറ്റ് കറുപ്പൻ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര്? പണ്ഡിറ്റ് കറുപ്പൻ.
പണ്ഡിറ്റ് കറുപ്പൻ എന്നാ ജനിച്ചത്? 1885 മെയ് 24 ചേരാനല്ലൂരാണ്, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് ആര് ജനിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. അപ്പം പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരള ലിങ്കൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ച സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം. പണ്ഡിറ്റ് കറുപ്പനെ സ്വാധീനിച്ച സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ അദ്വൈത സിദ്ധാന്തമാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ ഇപ്പം തിരുനാൾ കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില കൃതികളാണ് സ്തോത്രമന്ദാരം, ലളിതോപഹാരം, ജാതിക്കുമ്മി, ആചാരഭൂഷണം, മഹാസമാധി, കൈരളി കൗതുകം, ഉദ്യാനവിരുന്ന്, ലങ്കാമർദ്ദനം, പഞ്ചവടി, ബാലകലേശം എന്നൊക്കെ ഉള്ളത്. ഇനിയുണ്ട് കുറേ. അതിപ്രധാനപ്പെട്ടതാണ് പറയുന്നത് സ്തോത്രമന്ദാരം, ലളിതോപഹാരം, ജാതിക്കുമ്മി, ആചാരഭൂഷണം, മഹാസമാധി, കൈരളി കൗതുകം, ഉദ്യാനവിരുന്ന്, ലങ്കാമർദ്ദനം, പഞ്ചവടി, ബാലകലേശം ഇവയൊക്കെ. ഇത് ലങ്കാമർദ്ദനവും പഞ്ചവടി, ബാലകലേശം ഇതൊക്കെ നാടകങ്ങളാണ്. അദ്ദേഹം എഴുതിയ ആദ്യ കവിത ഏതെന്ന് ചോദിച്ചാൽ സ്തോത്രമന്ദാരമാണ്. 12ാമത്തെ വയസ്സിലാണ് എഴുതപ്പെട്ടതെന്നാണ് പറയുന്നത്. ആദ്യ കവിത ഏതാണ്? സ്തോത്രമന്ദാരമാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അദ്ദേഹം എഴുതിയ ആദ്യ കവിത സ്തോത്രമന്ദാരമാണ്. അദ്ദേഹം എഴുതിയ ആദ്യ കൃതി ലങ്കാമർദ്ദനമാണ്. അദ്ദേഹം 12ാമത്തെ വയസ്സിലാണ് ലങ്കാമർദ്ദനം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാഴത്തട വിപ്ലവം ഒന്നുകൂടെ പറയാം. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24. ജന്മസ്ഥലം ചേരാനല്ലൂർ, എറണാകുളം. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തെ സ്വാധീനിച്ച സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ സ്മാരക സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് സ്തോത്രമന്ദാരം, ലളിതോപഹാരം, ജാതിക്കുമ്മി, ആചാരഭൂഷണം, മഹാസമാധി, കൈരളി കൗതുകം, ഉദ്യാനവിരുന്ന്, ലങ്കാമർദ്ദനം, പഞ്ചവടി, ബാലകലേശം എന്നിവ. ഇനി അദ്ദേഹം എഴുതിയ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് ലങ്കാമർദ്ദനമാണ്. അതൊരു നാടകമാണ്. അദ്ദേഹം എഴുതിയ ആദ്യ കവിത എന്നറിയപ്പെടുന്നത് സ്തോത്രമന്ദാരമാണ്. ഇനി കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ആദ്യ സഭയാണ് കല്യാണദായിനി സഭ. ഇത് കൊടുങ്ങല്ലൂരാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ആദ്യ സഭയാണ് കല്യാണദായിനി സഭ. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരാണ്. KP വള്ളുവനുമായിട്ട് ചേർന്ന് കൊച്ചി പുലയ മഹാസഭ 1913 സ്ഥാപിച്ചു. KP വള്ളുവനുമായി ചേർന്ന് കൊച്ചി പുലയ മഹാസഭ 1913 സ്ഥാപിച്ചു. അരയ സമാജം 1907 സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ് അരയ സമാജം. അതേപോലെ സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയ സഭ, അരേ വംശോദ്ധാരണി സഭ, ബാലസമുദായ പരിഷ്കാരണി സഭ, പ്രബുദ്ധ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ, ബാലസേവാ സമിതി ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകളാണ്. ഏതൊക്കെയാണ്? കല്യാണദായിനി സഭ, അരയ സമാജം, സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയ സഭ, അരേ വംശോദ്ധാരണി സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, പ്രബുദ്ധ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ, ബാലസേവാ സമിതി എന്നിവയൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകളാണ്. അദ്ദേഹത്തിന് കവി തിലകൻ എന്ന പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. അദ്ദേഹത്തിന് കവി തിലകൻ എന്ന പട്ടം നൽകിയത് ആരാണ്? കൊച്ചി മഹാരാജാവാണ്. വിദ്വാൻ എന്ന പദവി നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനും. പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച 2 ബഹുമതികളാണ് കവി തിലകനും വിദ്വാനും. ഇതിൽ കവി തിലകൻ എന്ന പദവി നൽകിയത് കൊച്ചി മഹാരാജാവും വിദ്വാൻ എന്ന പദവി നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനുമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനേത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ഏതെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പം വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തിൻ്റെ ജനനം 1805 ഫെബ്രുവരി 10 കൈനകരിയിലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ 1805 ഫെബ്രുവരി 10 കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചു.
കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നതും കേരള സാക്ഷരതയുടെ പിതാവ്, ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ചാവറയച്ചൻ തന്നെയാണ്. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, കേരള സാക്ഷരതയുടെ പിതാവ്, ദൈവദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. CMA കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, അതായത് CMA സഭ സ്ഥാപിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയായ സെൻറ് ജോസഫ് പ്രസിന്റെ സ്ഥാപകനും ചാവറയച്ചനാണ്. അപ്പോൾ കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയാണ് സെൻറ് ജോസഫ് പ്രസ്. ഈ സെൻറ് ജോസഫ് പ്രസിന്റെ സ്ഥാപകനും ചാവറയച്ചനായിരുന്നു. 1846 അവിടെ നിന്ന് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ജ്ഞാനപീയൂഷമാണ്. 1846 സെൻറ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത്. അവിടെ നിന്നും പുറത്തിറക്കിയ ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച് പുറത്തിറക്കിയത് ഇവിടെ നിന്നാണ്? സെൻറ് ജോസഫ് പ്രസിൽ നിന്നുമാണ്. അദ്ദേഹത്തിന് 2014 നവംബർ 23 വിശുദ്ധൻ എന്ന പദവി ലഭിച്ചു. 2014 നവംബർ 23 അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ആത്മാനുതാപം, അനസ്താസിയുടെ രക്തസാക്ഷ്യം, നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവറകൾ, കനോന നമസ്കാരം, മരണപർവം, 40 മണിയുടെ ക്രമം, മരണവീട്ടിൽ പാടുവാനുള്ള പാന എന്നിവയൊക്കെ. ഒന്നുകൂടി നോക്കാം. ചാവറയച്ചൻ ജനിച്ചത് 1805 ഫെബ്രുവരി 10 കൈനകരിയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ് കൈനകരി. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, കേരള സാക്ഷരതയുടെ പിതാവ്, ദൈവദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അദ്ദേഹം CMA അല്ലെങ്കിൽ കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിൻ്റെ സ്ഥാപകനാണ്. കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ്. കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയായ സെൻറ് ജോസഫ് പ്രസ് ചാവറയച്ചനാണ് സ്ഥാപിച്ചത്. 1846 അവിടെ നിന്നും പുറത്തിറക്കിയ ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചതും സെൻറ് ജോസഫ് പ്രസിൽ നിന്നാണ്. അദ്ദേഹത്തെ 2014 നവംബർ 23 വിശുദ്ധൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ആത്മാനുതാപം, അനസ്തസ്യയുടെ രക്തസാക്ഷ്യം, നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവറുകൾ, കനോന നമസ്കാരം, മരണപർവം, 40 മണിയുടെ ക്രമം, മരണവീട്ടിൽ പാടുവാനുള്ള പാന എന്നിവയൊക്കെ. സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാമൽ അല്ലെങ്കിൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചതും ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ശ്രീരാമകൃഷ്ണൻ്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാര്? ആഗമാനന്ദ സ്വാമികൾ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദ സ്വാമികൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കൃഷ്ണൻ നമ്പ്യാതിരി. അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. 1936 ആഗമാനന്ദ സ്വാമികൾ കാലടി അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1936 ആഗമാനന്ദ സ്വാമികൾ കാലടി അദ്വൈതാശ്രമം സ്ഥാപിച്ചു. കാലടി ശ്രീ ശങ്കര കോളേജ് സ്ഥാപകനും ആഗമാനന്ദ സ്വാമികൾ തന്നെയാണ്. കാലടി ശ്രീ ശങ്കര കോളേജിൻ്റെ സ്ഥാപകനും ആഗമാനന്ദ സ്വാമികൾ തന്നെയാണ്. അമൃതവാണി മാസിക, പ്രബുദ്ധ കേരളം, സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം എന്നിവയെല്ലാം ആഗമാനന്ദ സ്വാമികളുടെ സംഭാവനയാണ്. അമൃതവാണി മാസിക, പ്രബുദ്ധ കേരളം, സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം. ഇനി ശ്രീരാമകൃഷ്ണൻ്റെ കേരള ഘടകത്തിലെ സജീവ സാന്നിധ്യം ആരായിരുന്നു എന്ന് ചോദിച്ചാലും അതും ആഗമാനന്ദ സ്വാമികളാണ്. ശ്രീരാമകൃഷ്ണൻ്റെ കേരളത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഏതൊക്കെയാണ്? വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം എന്നിവയാണ് ആഗമാനന്ദ സ്വാമികളുടെ കൃതികൾ. ഒന്നുകൂടി പറയാം. ആഗമാനന്ദ സ്വാമികൾ കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. ശ്രീരാമകൃഷ്ണൻ്റെ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. കൃഷ്ണൻ നമ്പ്യാതിരി എന്നതായിരുന്നു യഥാർത്ഥ നാമം. 1936 കാലടിയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. കാലടി ശ്രീ ശങ്കര കോളേജിൻ്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയായിരുന്നു. അമൃതവാണി മാസിക, പ്രബുദ്ധ കേരളം എന്നിവ അദ്ദേഹം പുറത്തിറക്കിയ മാസികകളായിരുന്നു. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതും ആഗമാനന്ദ സ്വാമികളാണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിൻ്റെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം രചിച്ച കൃതികളാണ് വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം എന്നിവ. അടുത്ത ചോദ്യം നോക്കാം.
1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാര്? പണ്ഡിറ്റ് കറുപ്പൻ. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. എന്നാണ് 1885 മെയ് 24 ചേരാനല്ലൂർ ജനിച്ചു. അദ്ദേഹത്തെ സ്വാധീനിച്ച സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. ആദ്യമായിട്ട് സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ. കവിതിലകൻ എന്ന് വിളിച്ചത് കൊച്ചി രാജാവും വിദ്വാൻ പദവി നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനുമായിരുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതെന്നാണ് അടുത്ത ചോദ്യം. മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ്. റഷ്യൻ വിപ്ലവം ഏത് വർഷമായിരുന്നു? 1917 മിതവാദി എന്ന പത്രം സ്ഥാപിച്ചതോ 1907 മിതവാദി എന്ന പത്രം തുടങ്ങിയത് എന്നാണ്? 1907 അതിൻ്റെ സ്ഥാപകൻ ടി ശിവശങ്കരനാണ്. ആരാണ്? ടി ശിവശങ്കരനാണ് മിതവാദി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. അതിൻ്റെ ആദ്യ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനാണ് മിതവാദി എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. സ്ഥാപകനോ ടി ശിവശങ്കരനാണ്. 1907 മിതവാദി പത്രം സ്ഥാപിച്ചത്. ഇനി ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം ഇതെല്ലാം റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 1898 ഈ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് തിരിഞ്ഞിട്ട് എന്താണ് മെൻഷെവിക്കെന്നും ബോൾഷെവിക്കെന്നും രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഇതിൽ അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക്കുകളുടെ നേതാവും ലെനിനും ട്രോട്സ്കിയും ആരാണ്? ബോൾഷെവിക്കുകളുടെ നേതാവുമാണ്. അപ്പോൾ 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി. മിതവാദിയുടെ പത്രാധിപർ മൂർക്കോത്ത് കുമാരനാണ്. ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം ഇവയൊക്കെ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് 1898 ഇത് രണ്ടായിട്ട് പിരിഞ്ഞിട്ട് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൽഷെവിക്കുകളും ലെനിൻ്റെയും ട്രോട്സ്കിയുടെയും നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകളും ഉണ്ടായി. അടുത്ത ചോദ്യം നോക്കാം. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യമാണ്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം ഏത്? കാറ്റ്. ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം കാറ്റ്. അപ്പോൾ ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്നും രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്നും രണ്ടായിട്ട് തിരിക്കാം. ഇതിൽ കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം ഇങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവയുണ്ടല്ലോ, അവയെല്ലാം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, ലിഗ്നൈറ്റ്, പ്രകൃതിവാതകം ഇവയെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പ്രകൃതിവാതകങ്ങളാണ്. അല്ലെങ്കിൽ അവയെ നമ്മൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്ന് അറിയപ്പെടുന്നു. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ അവയെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. അവയിൽ പെടുന്നത് ഏതൊക്കെയാണ്? സൗരോർജ്ജം, ജൈവപിണ്ഡം, കാറ്റ്, ജലം, ബയോഗ്യാസ് ഇവയെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ഏറ്റവും ചിലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ ഊർജ്ജ സ്രോതസ്സ് ഏതെന്ന് ചോദിച്ചാലും എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അതായത് അവ ഉപയോഗിക്കും തോറും തീരുന്നില്ല, അതുകൊണ്ട് അവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം.